ഹായ് നമസ്കാരം. വാസ്തുപരമായ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എന്നത്തെയും പോലെ ആസ്ട്രൽ തങ്കച്ചൻ സാറും ഉണ്ട്. പതിവ് പോലെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇന്നും ചർച്ച ചെയ്യാൻ പോകുന്നത്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ചോദിക്കാനും പോകുന്നത്. നമ്മൾ പൊതുവെ ഇപ്പൊ കമന്റിലാണ് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം ഒരു വീട് എടുക്കുന്ന സമയത്ത് ഈ വാസ്തു നോക്കുന്നവര് രണ്ട് വിദഗ്ധരെയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ വാസ്തു നോക്കും. അപ്പൊ ഈ വാസ്തു വിദഗ്ധരും രണ്ട് അഭിപ്രായമായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക്. അപ്പൊ അവർക്ക് അവിടെ കൺഫ്യൂഷൻ വരുന്നത് ഇതിൽ ഏത് വിദഗ്ധം പറഞ്ഞ കാര്യം എടുക്കണം, അതിൽ അവർക്ക് ഏതെടുത്താലാണ് അവരുടെ ജീവിതം മെച്ചപ്പെടുക, എന്താണ് അതിനുള്ളൊരു ഉത്തരം? അതിന് ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, എപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവരുടെ ലക്ക് ഓർ ബാഡ് ലക്ക്. ഈ ഒരു ടെക്നീഷ്യന്, ഈ പറഞ്ഞ വിദഗ്ധരെന്നും പറയാം, അല്ലെങ്കിൽ ചിലര് ഗുരുനാഥൻ, അല്ലെങ്കിൽ ചിലര് ആചാര്യൻ, പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പല വർണ്ണശബളമായ പല പേരുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ടെക്നീഷ്യൻ, ഒരു ടെക്നോളജി, അതിന്റെ ടെക്നീഷ്യനാണ്. അപ്പോ ഒരു വീടിനെ കുറിച്ച് രണ്ട് തരം രീതികളിൽ സംസാരിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്ന കാര്യം. അപ്പൊ ഇതിനകത്തൊരു ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചത് അശ്വിനി ഇപ്പൊ. കാരണം ഞാൻ ഇതിന് മറുപടി എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളൊരു വാസ്തു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുന്നതിലാണ് നിങ്ങളുടെ ടാസ്ക്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കാലം വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു വാസ്തു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കും. കാരണം ഒരു ജാതകവശാൽ അല്ലെങ്കിൽ ഒരു നിർഭാഗ്യം സംഭവിക്കുന്ന കാലത്ത് നിങ്ങളുടെ തീരുമാനം പോലും ഒരിക്കലും ശരിയായിരിക്കണമെന്നില്ല, അല്ലെ? സാധാരണ നമ്മൾ കൂടുതൽ ദുഃഖിതരായിരിക്കുന്ന സമയം, നമ്മൾ മെന്റലി സ്റ്റഡി ഇല്ലാതിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നന്നായി ഉറങ്ങാതെ ഒരു 2-3 ദിവസത്തെ ഉറക്ക ക്ഷീണത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൃത്യമായി നിങ്ങൾക്ക് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കാനോ കഴിയില്ലായിരിക്കാം. ഇതേപോലെ തന്നെയാണ് ഒരു മോശം കാലത്ത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നല്ലൊരു വാസ്തു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം വാസ്തു പഞ്ചഭൂത അധിഷ്ഠിതമാണ്. കാലങ്ങളും ഗ്രഹ അടിസ്ഥാനത്തിലാണ്. ഒരു വിധി, അത് നിങ്ങൾ വിധിപൂർവം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയാറില്ലേ, നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് തുടങ്ങും. അപ്പോ കുറച്ച് കാലം നിങ്ങൾ ഒരു ദുരിതത്തിലോട്ട് പോകണം. നമ്മൾ വിശ്വാസ രീതിയിലാണ് സംസാരിക്കുന്നത്, ജ്യോതിഷ സംബന്ധമായ രീതികളിൽ. അതിൽ ആ ഗ്രഹം നേരിട്ട് വന്നല്ല പണിയുന്നത്, അല്ലെങ്കിൽ പണിഷ്മെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ശനി ദിശ നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാക്ഷാൽ ജന്മശനി നടക്കുകയാണ്. 7.5 കണ്ട ശനി, അതിൽ 7.5 വർഷം, അതിൽ 2.5 അങ്ങനെ ഒരു 3 പാർട്ടുണ്ട്. അപ്പൊ അതിലൊരു വളരെ കഷ്ടപ്പെടേണ്ട ഒരു പാർട്ട് എന്ന് വെച്ചാൽ ജന്മശനി, രാശിയിൽ ശനി നിൽക്കുമ്പോൾ ജന്മശനി എന്ന് പറയും. ഈ ജന്മശനി കാലത്ത് ഒരുപാട് ബാഡ് ലക്ക് സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് മന്ദീഭവിക്കാറുണ്ട്. അപ്പം ഇത് 2 കാരണവശാലും വ്യക്തി ദുഃഖിതനാണ്. അപ്പോ അത്തരം കാലങ്ങളിൽ ഒരിക്കലും അവർക്കൊരു നല്ലൊരു വാസ്തു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോ ഒരുപക്ഷെ ഈ കാലം മാറ്റം, ഇപ്പൊ കഴിഞ്ഞ വേഴമാറ്റം സംഭവിച്ചു. ഇപ്പം ജാതക രീതിയിലാണ് പറയുന്നത്, വേഴമാറ്റം സംഭവിച്ചു. ഇപ്പൊ ശനി നിൽക്കുന്നത് മീനത്തിലാണ്, വേഴം നിൽക്കുന്നത് കർക്കടകത്തിൽ. അപ്പം വേഴത്തിന്റെ 9ാം നോട്ടം മീനത്തിൽ വീഴുന്നു എന്ന് വെക്കാം. അപ്പോ നോർമൽ ശനി അവിടെ ശുഭത്വ ശനിയായി മാറുന്നു. ശനി വേഴനോട്ടം, മനസ്സിലല്ലേ? ഗുരുവിന്റെ നോട്ടം 3 നോട്ടമുണ്ട്, 5, 7, 9. ഈ ഒരു പാർവ എന്ന് പറയും, വേഴത്തിന്റെ നോട്ടം എന്ന് പറയും. അത് മഹാ അത്ഭുതമാണ്. ഒരുപാട് വ്യത്യസ്തമായ ജാതക ബുദ്ധിമുട്ടുകൾ പോലും ശുഭത്വ ജാതകം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. ശുഭത്വ അശുഭത്വ, അല്ലെങ്കിൽ ജാതകത്തിന്റെ ശുഭത്വ കാലങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഗ്രഹനോട്ടത്തിന് തിരഞ്ഞെടുത്ത്, അതിൽ കൂടുതലും വ്യാഴനോട്ടത്തിന് വെച്ച് ചില ജാതക പോർഷൻ വലിയ പണ്ഡിതന്മാർ വിവരിക്കാറുണ്ട്. അതേപോലെ ഇപ്പൊ മീനത്തിൽ ശനിയാണ്. ഇപ്പൊ മീനത്തിൽ ശനിയുള്ളവർ, മീനത്തിൽ നിൽക്കുന്നവർക്ക് ഒരു അല്പ റിലീഫ് ഉണ്ടാവും. കാരണം കഴിഞ്ഞ മാസം വ്യാഴം കർക്കടകത്തിൽ വന്ന് തന്റെ 9ാം പാർവയാൽ മീനത്തിന് നോക്കുമ്പോൾ ആ ശനി ശുഭത്വ ശനിയായി മാറുന്നു. അപ്പോ ഇതെന്തുകൊണ്ട് പറയുക, അങ്ങനെ ഒരു സഹായമോ അങ്ങനെ ഒരു നോട്ടമോ ഇല്ലാതെ വെറും പ്യൂർ ശനി ആ രാശിയിൽ ഇരുന്നു കൊണ്ട് റിവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും അവർക്കൊരു നല്ലൊരു വാസ്തു ടെക്നീഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാസ്തുവിനും ന്യൂമറോളജിയിലും ബന്ധമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ പരിശോധിക്കാൻ നമുക്ക് വാസ്തുവും ന്യൂമറോളജിയും ചെറുതായി ഒന്ന് ബന്ധപ്പെടുത്തി എടുക്കാം. അല്ല, വാസ്തു പരിഹാരത്തിന് ജാതകം വെച്ച് വാസ്തു പരിഹരിക്കാൻ പറ്റില്ല. പക്ഷെ ശക്തമായ ജാതകദോഷം ഉണ്ടെങ്കിൽ പോലും വാസ്തുവിലൂടെ പരിഹരിക്കാൻ പറ്റും. കാരണം വാസ്തു എന്ന് വെച്ചാൽ സൂര്യപ്രകാശമാണ്, കോസ്മിക്സ് എനർജിയാണ്, കോസ്മിക് സപ്പോർട്ടാണ്. സൂര്യൻ തരുന്ന ഗ്യാരണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, മനസ്സിലായേ? അപ്പോ
ഒരു വാസ്തു ടെക്നീഷ്യനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ ടെക്നീഷ്യന്റെ രീതികൾ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തച്ച് ശാസ്ത്രമുണ്ട്, മനേടി ശാസ്ത്രം, തച്ച് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പിരമിഡുകൾ ചെയ്യുന്ന കാലത്ത് ഗ്രീക്കിനൊരു വാസ്തുവുണ്ട്, ഇന്ത്യയിലൊരു വാസ്തുവുണ്ട്, ചൈനീസിലൊരു വാസ്തുവുണ്ട്. ഇങ്ങനെ പല പല നാടുകളായിട്ട് വാസ്തു വിഭജിച്ചിരിക്കുന്നു. ഇപ്പൊ പേര് അവർ മറ്റു പേരുകൾ പറയുന്നില്ല, നമ്മുടെ നാട്ടിലെ വാസ്തു എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം വ്യത്യസ്തമായ വാസ്തു കലകളിൽ എല്ലാ വാസ്തു കലകളിലും കോമൺ ഫാക്ട് ഒന്നുണ്ട്. കിഴക്കിനെ കൂടുതൽ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ കിഴക്ക് നോക്കി നിൽക്കുന്നു ഭവനങ്ങളും അമ്പലങ്ങളും, അല്ലെങ്കിൽ കൂടുതൽ ന്യൂ കൺസ്ട്രക്ഷൻ എല്ലാം പഴയതും എല്ലാ വ്യത്യസ്തമായ വാസ്തുവിലും കോമൺ ഫാക്ട് എല്ലാവരും കിഴക്കിനെ കൂടുതൽ ബഹുമാനിക്കുന്നു. കിഴക്കിൽ നിന്നും കൂടുതൽ അവർ കോൺസെപ്റ്റ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ കിഴക്ക് സൂര്യനാണ്. ആ സൂര്യനിൽ പ്രഭാത കിരണങ്ങൾ, കോസ്മിക് സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന ബ്രഹ്മ മുഹൂർത്തം പോലത്തത്. അപ്പം അതിനെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് വാസ്തു വിദഗ്ധരിൽ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നതിൽ മറ്റൊരാളുടെ അഭിപ്രായം തെറ്റാണോ ശരിയാണെന്ന് ഞാനല്ല പറയേണ്ടത്. അയാളുടെ അഭിപ്രായത്തിലൂടെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജനജീവിതങ്ങളുടെ ദുരിതവും ഭാഗ്യവും വെച്ചാണ് അവർ നിർണ്ണയിക്കേണ്ടത്. പക്ഷെ ഞാൻ ഡിഗ്രി ബേസിലാണ് എടുക്കുന്നത് വാസ്തു. ഡിഗ്രി വാസ്തു, അതായത് ഞാൻ അഭ്യസിക്കുന്ന വാസ്തു, അതിനെ കഷ്ണങ്ങളായി മാറ്റി നോക്കുന്നു. അപ്പൊ ഡിഗ്രി വാസ്തു ബേസിലാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഡിഗ്രി വാസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ട്രൂ നോർത്ത് 0 തുടങ്ങി 45 വരെ വടക്ക. അപ്പൊ അങ്ങനെ ആ 45 + 45 90 വരെ കിഴക്ക. ഈ വടക്കും കിഴക്കും ചേരുന്നതാണ് ഈശാന്യം. പിന്നെ ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് ഒരു ജനൽ ഇരിക്കുന്നത്, എത്ര ഡിഗ്രിയിലാണ് ഒരു വാതിലിരിക്കുന്നത്, എത്ര ഡിഗ്രിയിലാണ് ആ ലാൻഡ് നിൽക്കുന്നത്, ഇതെല്ലാം ഡിഗ്രി ബേസിലാണ് ഞാൻ നോക്കി. അതിന് സൂര്യപ്രകാശം ഏതൊക്കെ മാസം, ഞാൻ പോകുന്ന മാസങ്ങൾ എന്താണ്, ഈ മാസം ഉത്തരായണമാണോ ദക്ഷിണായണമാണോ, ഈ വീടിന് കാരോട് സംസാരിക്കുക എത്ര നാളായ ആ വീട് കെട്ടിയിട്ട്, അല്ലെങ്കിൽ മെല്ലെ ചോദിച്ചു തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളും. അപ്പൊ ഇത്തരം രീതിയിൽ അവരോടും സംസാരിച്ച് ചില പ്രശ്നങ്ങൾ മുന്നേ വയ്ക്കും ഞാൻ. അത് ശരിയാണോ, അത് ശരിയാണ്, ഓക്കെ. അപ്പം ഡിഗ്രി ബേസിൽ നമ്മൾ എടുക്കുന്ന ഒരു വാസ്തുവാണത്. പക്ഷെ ചില ആൾക്കാർ വിശ്വാസ രീതിയിൽ ആ വാസ്തുവിനെ കൊണ്ടുപോകുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. ഞാൻ പറഞ്ഞ ബുക്സ് ആർ ബേസിക്. നിങ്ങൾ ആ ഗ്രന്ഥത്തിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കൂടുതലും നല്ലൊരു ശതമാനം അല്ലെങ്കിൽ 100% സക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കണ്ടിന്യൂ ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾ പുനർപരിശോധനയ്ക്ക് വിധേയരാകണം. മനസ്സിലായി? അപ്പോൾ ഇത് രണ്ടുപേര് രണ്ട് വിധത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിന് എനിക്കല്ല ഉത്തരം. ആ വീട്ടിൽ താമസിക്കുന്ന ആ വ്യക്തികളുടെ അനുഭവ രീതിയിലുള്ള സത്യങ്ങളാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. സാർ, അപ്പൊ ഡിഗ്രി വാസ്തുവിനെ കുറിച്ചൊന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഡിഗ്രി വാസ്തുവിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഒരു വീട്ടിൽ പോയാൽ നോക്കാൻ പറ്റുന്നത്, എങ്ങനെയാ നോക്കുന്നത്? ഇതൊരു ശരിക്കും ടെക്നീഷ്യന്മാർ മാത്രമായിട്ട് അറിയേണ്ട രഹസ്യങ്ങളാണ്. കാരണം ഈ ഡിഗ്രി അറിയാൻ നമ്മൾ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കും. ഒരു ടെക്നീഷ്യന് മാത്രമേ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു പ്രൊഫഷണലി അവരാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ അവർ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ആ ഉപകരണങ്ങൾ ഇപ്പൊ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈൽ ആദ്യം നോക്കും. അതിൽ കാണുന്ന ഡിഗ്രി ശരിയാണോന്ന് അറിയാൻ മാനുവൽ കോമ്പസ് വയ്ക്കും, മെയ്ഡ് ഇൻ ജർമ്മൻ. ആ മാനുവൽ കോമ്പസും ഈ മൊബൈലും ഒരേപോലെ കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഐപാഡ് ഓപ്പൺ ചെയ്ത് അതിന്റെ കോമ്പസും ഓപ്പൺ ചെയ്ത് നോക്കും. എന്നിട്ടും അവരോട് ചോദിക്കും കൃത്യമായിട്ടുള്ള കിഴക്ക്. ഇതെല്ലാം കൺഫേം ചെയ്തതിനു ശേഷം ഡിഗ്രി വാസ്തു ക്ലിയർ ചെയ്തു. പിന്നെ നമുക്കൊരു മനക്കണക്കാണല്ലോ, നമുക്ക് ഒരു വീട്ടിനകത്ത് ഇത്ര ഡിഗ്രി എന്ന് കോമ്പസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വീട് ചുറ്റുന്ന എല്ലാം മനക്കണക്കില്ല. ഇൻഡസ്ട്രി നോക്കുമ്പോഴല്ലേ വീട് വളരെ എളുപ്പമാണ്. ഇൻഡസ്ട്രി ഇങ്ങനെ പരന്ന് വിശാലമായി കിടക്കയില്ലേ. പക്ഷെ വീടെന്നുണ്ട് നമ്മളൊരു വീട്ടിന്റെ ലിവിംഗിൽ ഇരുന്ന് ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കോർണറിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അത് കിച്ചനായിരിക്കാം. സ്വാഭാവികമായി ഒരു വീട്ടിൽ ഒരു കിച്ചനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പുറത്തൊരു ബെഡ്റൂമിന് സാധ്യത കൂടുതൽ, ഇപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ടാവും, അവിടെ സ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ടൊന്ന് കറങ്ങുമ്പോൾ ഒരു കിണർ കാണും. ശരി, എന്റെ പരിസരത്തോടെ സെപ്റ്റി ടാങ്ക് വെക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങോട്ട് തന്നെയായിരിക്കും, അല്ല അങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഇത്. അപ്പൊ ഡിഗ്രി എങ്ങനെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 0 ഇത് തുടങ്ങി 45 വരെ അത് നോർത്ത്, അതായത് 0 എന്ന് പറയുന്നത് നോർത്ത്, മധ്യത്തിൽ നിന്ന് 45 വരെ നോർത്ത്. ആ 45 നിന്ന് 90 വരെ കിഴക്ക്. അപ്പോ ആ 0 to 90 വരെ നോർത്ത് ഈസ്റ്റ് രണ്ടും കൂടെ ചേരുന്ന ഉച്ചവും ഉഗ്ര ഉച്ചവും കലർന്ന ഭാഗം. 90 നിന്ന് 135 ഡിഗ്രി വരെ കിഴക്കിന്റെ നീചഭാഗം. 135 നിന്ന് 180 എന്നുള്ള തെക്ക് മധ്യം വരെ തെക്കിന്റെ ഉച്ചഭാഗം. 180 നിന്ന് 225 വരെയുള്ള ഭാഗം തെക്കിന്റെ നീചഭാഗം. 225 നിന്ന് 270 വരെയുള്ള ഭാഗം പടിഞ്ഞാറിന്റെ നീചഭാഗം.
270 നിന്ന് 315 വരെയുള്ള ഭാഗം പടിഞ്ഞാറിന്റെ ഉച്ചഭാഗം. 315 നിന്ന് 360 വരെയുള്ള ഭാഗം വടക്കിന്റെ നീചഭാഗം. അപ്പോ 360 കംപ്ലീറ്റ് ആയില്ലേ? അതെ. ഇതിൽ ഉഗ്ര ഉച്ചം ഉഗ്ര നീചം എന്ന് പറഞ്ഞൊന്നുണ്ട്. അപ്പൊ ഉഗ്ര ഉച്ചം നമ്മൾ തിരിച്ച് 0 തുടങ്ങുകയാണെങ്കിൽ 22.5 നിന്നും 45 വരെ ഉഗ്ര ഉച്ചം, 45 നിന്ന് 67.5 വരെ നിങ്ങൾക്ക് കിഴക്കിന്റെ ഉഗ്രം ഉച്ചത്തിൽ. അതേപോലെ തന്നെ 112 നിന്ന് 135 വരെയുള്ള ഭാഗം നിങ്ങൾക്ക് കിഴക്കിന്റെ ഉഗ്രനീച ഭാഗം. 135 നിന്ന് 157 വരെ തെക്കിന്റെ ഉഗ്ര ഉച്ചഭാഗം. 202 നിന്ന് 225 വരെ തെക്കിന്റെ ഉഗ്ര നീച ഭാഗം. 225 നിന്ന് 247 വരെ പടിഞ്ഞാറിന്റെ ഉഗ്ര നീച ഭാഗം. 292 നിന്ന് 315 വരെ പടിഞ്ഞാറിന്റെ ഉഗ്ര ഉച്ചഭാഗം. 315 നിന്ന് 337 വരെ വടക്കിന്റെ ഉഗ്ര നീചഭാഗം. ഇതൊരു ഡിഗ്രി 0 നോർത്ത് ആണെങ്കിൽ ഈ ഡിഗ്രി എടുക്കാം. പക്ഷെ ഇത് എന്നെ കേൾക്കുന്ന ആരും ഇതിനൊരു കൃത്യമായി പരീക്ഷിക്കരുത്. പരീക്ഷിക്കാം, പഠിക്കാൻ, പക്ഷെ ഒരു പൈസ ചെലവാക്കി ചെയ്യാൻ തുടങ്ങരുത്. കാരണം നിങ്ങൾ നോക്കുന്ന കോമ്പസും നിങ്ങളുടെ എക്സ്പീരിയൻസും കൃത്യമായിട്ട് പലപ്പോഴും കോമ്പസ് സ്റ്റക്കാവും. ഒരുപാട് സമയം ഞാൻ കൈകൊണ്ട് ഷേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊക്കെയാണ് ഞാൻ ഇതിനെ. പിന്നെ ഒരു കുറച്ച് കാലമായിട്ട് തൊഴിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ചില ആൾക്കാർ ഇങ്ങനെ കോമ്പസ് ഇതുപോലത്തെ പല പ്രാവശ്യം ഞാൻ പറയാറുണ്ടല്ലോ പല ഇന്റർവ്യൂസിലും. അപ്പൊ ഈ ഡിഗ്രിയൊക്കെ നോക്കിയിട്ട് എന്നോട് കുറച്ച് സംശയമൊക്കെ ചോദിച്ചിട്ട് ഇവർ സ്വയം അങ്ങ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ തെറ്റാവും. കാരണം ആ സമയത്ത് ഒരു കാണുന്ന കോമ്പസ് ആണ്. കാരണം വാസ്തുദോഷം മെന്റലി നമ്മളെ സ്റ്റക്ക് ചെയ്ത് ചെയ്യും. ഇതുപോലെ പല ആൾക്കാർ സ്വയം വാസ്തു പരിശീലിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വയം വാസ്തു പഠിക്കാം. എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്റെ വ്ളോഗിലൂടെ പഴയ വ്ളോഗിൽ ഡിഗ്രിയെ കുറിച്ച് കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് വാസ്തു പഠിക്കാം. പക്ഷേ ലക്ഷങ്ങൾ ചെലവാക്കി ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒന്നുകൂടെ നിങ്ങൾ കൺഫേം ചെയ്യുക. കാരണം ഡിഗ്രി മാറ്റം സംഭവിക്കും ചില സ്ഥലത്ത്. ഇപ്പോ ഒരു പക്ഷേ ഒരു നോർത്ത് 0 ഡിഗ്രിയിൽ നിൽക്കേണ്ട നോർത്ത് ഒരു പക്ഷെ ഒരു 22.5 ഡിഗ്രി ഇടത്തോട്ട് ചരിഞ്ഞ് നിൽക്കാൻ നിൽക്കാം. നിങ്ങളുടെ നോർത്ത് മുള്ള ഇടത്തോട്ട് ചരിഞ്ഞ് നിൽക്കാൻ നിൽക്കാം. ആ 22.5 ഡിഗ്രി ചരിയുമ്പം ഇവിടെ കിഴക്കിൽ എന്ത് സംഭവിക്കുന്നു? കിഴക്കിന്റെ 112 എന്നുള്ളത് 90ന്റെ സ്ഥാനത്ത് നിൽക്കും. തെക്കിന്റെ 202 എന്നുള്ളത് 180ന്റെ സ്ഥാനത്ത് നിൽക്കും. പടിഞ്ഞാറിന്റെ 292 എന്നുള്ളത് 270 നിൽക്കും. ഈ ഡിഗ്രി മാറി ഇതേപോലെ 22 ഡിഗ്രി തിരിച്ചും അങ്ങോട്ടും പോകും. എങ്ങനെയാ? നോർത്ത് ഒരു 22 ഡിഗ്രി വലത്തോട്ട് പോകുമ്പോൾ. സോ ഇതൊരു ടെക്നിക്കലി കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ച് പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട സംവിധാനങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ദൈവങ്ങളോ പരിഹാരങ്ങളോ ഹോമമോ മന്ത്രമോ യന്ത്രമോ ജാലമോ ഒന്നും പറയുന്നില്ല. സാക്ഷാൽ സൂര്യന്റെ ഉത്തരായണ ദക്ഷിണായണ മാറ്റങ്ങളിൽ നമ്മളുടെ വഴികളുടെ വളവ് തിരിവുകളിലും ഉണ്ടാകുന്ന ഡിഗ്രി മാറ്റമാണ്. അപ്പോൾ അതിനെ നിർണ്ണയിക്കാൻ ഒരു ടെക്നീഷ്യന്റെ സഹായം തേടിയിട്ട് കാശ് ചെലവാക്കും. പഠിക്കാൻ കാശ് ചെലവാക്കണ്ട. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഓൺലൈൻ ക്ലാസ്സും തുടങ്ങി കഴിഞ്ഞു, ഓഫ്ലൈൻ ക്ലാസ്സും തുടങ്ങി കഴിഞ്ഞു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട് കഴിയുന്നിടത്തോളം കാലം. അപ്പോൾ ധൈര്യമായി നിങ്ങൾക്ക് പഠിക്കാം, 1-ന് 10 വട്ടം പഠിക്കാം. പക്ഷെ കാശ് ചെലവാക്കുമ്പോൾ, എന്റെ വാക്ക് കേട്ട് ആണ് നിങ്ങൾ ഡിഗ്രി ബേസ് ചെയ്ത് കാശ് ചെലവാക്കുമ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്ത് ചെലവാക്കൂ. അതൊരു സന്ദേശമായി തന്നെ പറയുകയാണ്. സാർ ഇത്രയും നേരം നമ്മളായിട്ട് പങ്കുവെച്ച കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനാണെങ്കിൽ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്ത് സാറിനെ ഡയറക്റ്റായിട്ട് തന്നെ ബന്ധപ്പെട്ട് ചോദിക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക് യു.